It is always a pleasure for me to come to Kerala, especially since I've been an MP of Wayanad. Whenever I board a flight towards Kerala, I feel that I am coming home. മലയാളക്കരയിലേക്ക് കാലുകുത്തുന്നത് എനിക്കെന്നും അഭിമാനമാണ്, ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്. വയനാടിന്റെ മണ്ണിൽ നിന്ന് പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വയനാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി ഞാൻ വിമാനം കയറുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരാറുള്ള ചിന്ത, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. And home is always a place where you feel comfortable, a place which you understand and which understands you, a place of respect and affection. അസ്വസ്ഥതകളില്ലാത്ത ഇടമാണ് ഒരു ഭവനം. ആ വീട്, നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മളെ അറിയുന്ന, നാം അറിയുന്ന ഇടമാണ്. അവിടെ പരസ്പരം ആദരവുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹവുമുണ്ട്. And it is also a place where you learn. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്ന ഇടമാണ് നമ്മുടെ വീടുകൾ. And over the last 5 years, the people of Kerala have taught me many things. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മലയാളക്കരയിലെ ജനങ്ങൾ എന്നെ ഒരുപാട് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. I used to see Kerala from far away. Now I've had the opportunity to see Kerala from very close. വിദൂരതയിൽ നിന്ന് കേരളത്തെ നോക്കിക്കണ്ടിരുന്ന എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് വീണ്ടും ഈ നാടിനെ പറ്റി അറിയുന്നതിനും മനസ്സിലാക്കാനും ലഭിച്ച അവസരത്തിൽ അതീവ സന്തുഷ്ടനാണ് ഞാൻ. So, one thing you understand is that Kerala is not only a state of this country. Kerala is a civilization. ഈ നാട് ഇന്ത്യയിലെ അനേകം സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമല്ല. ഈ നാട് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. And it is not a young civilization, it is an ancient civilization that has been connected to the rest of the world. സമീപകാലത്ത് ഉണ്ടായ ഒന്നല്ല, അതിന് ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. പ്രാചീന കാലം തൊട്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു മഹാസംസ്കാരമാണ് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചുനാട്. And it has the ability, unique ability, to excel in India, abroad, wherever it goes. മലയാളിക്കും മലയാളക്കരക്കും ഒരു പ്രത്യേകതയുണ്ട്, സവിശേഷമായ പ്രത്യേകത. ഇന്ത്യയുടെ അതിരുകൾക്കുള്ളിലും ഇന്ത്യയുടെ അതിരുകൾക്ക് പുറത്തും എവിടെ ചെന്നാലും ഉജ്ജ്വലമായ പ്രകടനങ്ങൾ പുറത്തുകൊടുക്കാൻ എല്ലാ കാലത്തും മലയാളിക്ക് കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. And there are examples of this everywhere. There are our beloved nurses who are known for their gentleness, for their compassion, for their empathy, right across the world. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരു ഉദാഹരണം എടുത്തു നോക്കുക. മലയാളക്കരയിൽ നിന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുന്ന നഴ്സിംഗ് സമൂഹം, ആ ജോലി ചെയ്യുന്നവർ അവരുടെ കരുണാഭാവം കൊണ്ടും കാരുണ്യം കൊണ്ടും ജനങ്ങളോടും തങ്ങൾ നൽകുന്ന സേവനം നൽകുന്നവരോടുള്ള ഇഷ്ടം കൊണ്ടും ലോകത്തിന്റെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റിയവരാണ്. Whether it is literature, sports, music, dance, Kerala is everywhere. എഴുത്തിന്റെ ലോകമെടുത്താൽ, കായിക മേഖല എടുത്ത് നോക്കിയാൽ, അതുപോലെ തന്നെ സംഗീതത്തിന്റെ ലോകമെടുത്താൽ, നൃത്തത്തിന്റെ ലോകമെടുത്താൽ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കേരളത്തെ കാണാൻ കഴിയും, മലയാളിയെ കാണാൻ കഴിയും. And throughout my time in Kerala, I have always felt
from everybody, all religions, all communities, love and affection. I know that there is a sharp contest between the ideology of the LDF and the ideology of the UDF. And I, of course, am from the UDF, so I disagree with the people of the LDF. കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മതങ്ങൾക്കിടയിൽ മറ്റു പല വിശ്വാസങ്ങൾക്കുമിടയിലുമെല്ലാം സ്നേഹത്തിന്റെ ഒരു നൂല് കൊണ്ട് ഈ കേരളത്തെ കോർത്തിണക്കിയത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സഞ്ചരിക്കുമ്പോഴും ഒരുപക്ഷെ ആശയപരമായി LDF-ഉം UDF-ഉം തമ്മിൽ ഒരുപാട് അന്തരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആ ആശയപരമായ യുദ്ധത്തിൽ ഞാൻ UDF-നൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. And wherever I go, wherever in Kerala I go, I get affection, respect and love from the people of Kerala. കേരളത്തിൽ എവിടെ ഞാൻ ചെന്നാലും, കേരളത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ കടന്നു ചെന്നാലും കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതെനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ പറയുന്നു. I also learned that Kerala does not like to speak loudly, but Kerala, when it decides to speak, it speaks silently but very forcefully. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി സംസാരിക്കുന്നവരുടെ നാടല്ല കേരളം. പക്ഷേ കേരളം ഒരു കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചാൽ, കേരളം ഒരു സന്ദേശം നൽകാൻ തീരുമാനിച്ചാൽ, ഒരു പക്ഷേ നമുക്ക് നിശബ്ദമെന്ന് തോന്നിയേക്കാമെങ്കിലും അത് വളരെ കരുത്തുറ്റതായിരിക്കും എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. And when it speaks, it does not do so crudely or rudely or with disrespect. It speaks very subtly and very honestly. കേരളം സംസാരിച്ചു തുടങ്ങിയാൽ, കേരളം നിലപാടുകൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ അതിന് ക്രൂരതയുടെ ഭാവമുണ്ടാവില്ല, അതിന് വന്യതയുടെ ശീലങ്ങളും ഉണ്ടാവില്ല. അത് മാന്യമായിട്ടായിരിക്കും സംസാരിക്കുക, പക്ഷേ അത് കരുത്തുറ്റത് തന്നെയായിരിക്കും. Like a very wise, intelligent person. ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ലോകത്തോട് സംവദിക്കുന്നത്. Now you know that the RSS and the BJP, with their hateful ideology, have been casting aspersions on the people of Kerala. നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഇപ്പൊ അറിയാം, വെറുപ്പിന്റെ ആശയങ്ങൾ കൊണ്ട് RSS-ഉം BJP-യും ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥതകളെ സംബന്ധിച്ച്, saying that Kerala is divided, Keralites fight with each other, one religion is divided against the other. അവരാഗ്രഹിക്കുന്നത് കേരളം വിഭജിക്കപ്പെടണമെന്നാണ്. കേരളീയ പൊതുസമൂഹം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തിയാണവർ. Kerala did not say anything and then spoke quietly and with full force. അതിനെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയല്ല കേരളം മറുപടി പറഞ്ഞത്. കേരളം നിശബ്ദമായി അതിന്റെ മറുപടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കരുത്തുറ്റ മറുപടി തന്നെയായിരുന്നു എന്ന് എനിക്കറിയാം. It gave the BJP and the RSS the answer that they needed to hear. അവർ BJP-യും RSS-ഉം അർഹിക്കുന്ന മറുപടി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കേരളം നൽകിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. A person is condemned in Saudi Arabia to die for a mistake he makes. സംഭവിച്ചു പോയ തെറ്റിന്റെ പേരിൽ സൗദി അറേബ്യയിൽ ഒരു വ്യക്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. And the whole of Kerala, every single religion, all ages, men, women, children, they get together and they collect the money to save that man's life. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത്, മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത്, ലിംഗവ്യത്യാസങ്ങളില്ലാതെ മലയാളി സമൂഹം ആണും പെണ്ണും കുട്ടിയും എല്ലാവരും അണിനിരന്ന്
ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഒരു മഹായജ്ഞം അത് മാതൃകാപരമാണ്. Nobody asks what is the religion of the boy, of the man. The entire Kerala gets together, and in a matter of days, 34 crore rupees is donated by the people of Kerala. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന്റെ മതം ചികഞ്ഞല്ല മലയാളി സമൂഹം സഹായത്തിന്റെ വഴിയെ നടന്നത്. അവരതൊന്നും ചകഞ്ഞില്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് മലയാളി സമൂഹം 34 കോടി രൂപ ആ ചെറുപ്പക്കാരന് വേണ്ടി കണ്ടെത്തി കൊടുത്തു. See how Kerala spoke with dignity, with love and affection, and gave a befitting reply to the ideology of the RSS and to the Prime Minister of India. ഈ നാടിനെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന RSSന്റെ ആശയങ്ങൾക്കും അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും കേരളം കൊടുത്ത മനോഹരമായ മറുപടി നിങ്ങൾ നോക്കുക. ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ചെടുത്ത കേരളം ജാതിയുടെ മതത്തിന്റെ മറ്റെല്ലാ വേലിക്കെട്ടുകൾക്കപ്പുറത്തും അണിനിരുന്നത് വെറുപ്പിന്റെ ആശയങ്ങൾക്കുള്ള കരുത്തുറ്റ മറുപടിയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. So this is how Kerala teaches people what is in its heart, what is in its soul. ഇതാണ് കേരളം ലോകത്തെ പഠിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഹൃദയത്തിൽ എന്താണ്, കേരളത്തിന്റെ ആത്മാവിൽ എന്താണ് എന്ന്. The Prime Minister says India is one nation, one leader, one language, and the people of Kerala, they speak Malayalam. Malayalam is not just a language. Malayalam is the soul of the people of Kerala. It is how every mother speaks to her child for the first time. It is how every father guides his son to live a life of respect and dignity. It is how every friend talks to his friend when they are struggling together. And to say that there will only be one language in India is to insult the history, the tradition of this state. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ഭാഷ എന്നുള്ളത്. മലയാളക്കര സംസാരിക്കുന്നത്, കേരളം സംസാരിക്കുന്നത് മലയാളമാണ്. മലയാളം അനേകം ഭാഷകളിൽ ഒന്ന് മാത്രമല്ല, ഓരോ മലയാളിയുടെയും ആത്മാവാണ് മലയാളം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് പെറ്റമ്മ പൊന്നുമക്കളോട് ആദ്യം പറയുന്ന ഭാഷ. അതാണ് മക്കളെ വഴി നടത്തുമ്പോ അച്ഛൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഭാഷ. അതാണ് സങ്കട കടലുകൾ താണ്ടാൻ സൗഹൃദങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷ. ആ ഭാഷയെ ഒരു രാഷ്ട്രത്തിൽ ഒരു ഭാഷ എന്ന് മാത്രം പറയുന്നവർ അവരെ ഈ ഭാഷയെയും ഈ സമൂഹത്തെയും അപമാനിക്കുകയാണ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. India is like a bouquet of flowers. Different languages, different religions, different traditions, different histories, all of them coming together, supporting each other and making each other more beautiful. മനോഹരമായ ഒരു പൂച്ചെണ്ടാണ് നമ്മുടെ രാജ്യം. അതിൽ പല മതങ്ങളുണ്ടാകാം, അതിൽ പല സംസ്കാരങ്ങളുണ്ടാവാം, അതിൽ പല ഭാഷകളുണ്ടാവാം. അതെല്ലാം ഒന്നിച്ചു ചേരുന്ന സൗന്ദര്യമാണ് ഇന്ത്യ എന്ന രാജ്യമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. It is a pity that the Prime Minister of India does not understand India's nature. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ ഈ രാജ്യത്തിന്റെ സ്വഭാവ സവിശേഷതകളെയും വൈവിധ്യങ്ങളെയും മനസ്സിലാക്കാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതിൽ എനിക്ക് സഹതാപം തോന്നുന്നു. He does not understand that our multiple languages, multiple traditions, multiple religions are our biggest strength. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഈ നാടിന്റെ ഭാഷാ വൈവിധ്യങ്ങൾ, ഈ നാടിന്റെ മതങ്ങൾ, ഈ നാടിന്റെ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങൾ, ഇതെല്ലാം ഈ രാജ്യത്തിന്റെ കരുത്താണ് എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. He cannot see that from these multiple perspectives comes a beautiful, powerful perspective.
അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല ഈ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാനും അതിന്റെ മനോഹാരിത മനസ്സിലാക്കാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. It is difficult for him to see this because his only quest is to be in power at all costs. അത് കാണാതിരിക്കുന്നതിന്റെ കാരണം, അത് കണ്ടെത്താൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ മനസ്സിലുള്ള ഏകദാഹം എന്ന് പറയുന്നത് അധികാരത്തോടുള്ള കൊതി മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് മറ്റെല്ലാ കാഴ്ചകളും മറഞ്ഞു പോകുന്നത്. Today, I believe the Prime Minister gave a press conference, gave an interview, to the ANI and spoke about the electoral bond scheme. ഞാൻ ഇന്ന് വായിക്കാൻ കഴിഞ്ഞു, പ്രധാനമന്ത്രി ചില മാധ്യമങ്ങളെ കണ്ടു, ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എന്ന്. And he told the nation how the electoral bond scheme was designed to create transparency in the political system. എന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഈ രാജ്യത്തോട് പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ടുകൾ എങ്ങനെയാണ് ഈ നാടിന്റെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരുന്നത് എന്നും. It's interesting that the Prime Minister thinks that the electoral bond scheme was designed to bring transparency to India's political system. But the Supreme Court thinks that the electoral bond scheme is illegal. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുതുന്നു ഈ ജനാധിപത്യത്തെ സുതാരവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന്. പക്ഷെ രാജ്യത്തിന്റെ പരമോന്നത കോടതി അത് തീരുമാനിക്കുന്നു, അത് കണ്ടെത്തുന്നു, അത് പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന്. It is also interesting to me that the Prime Minister and the government did everything possible to stop the names of the companies that donated money to the BJP from coming out, and did everything possible to stop the dates on which that money was donated from coming out. എന്നിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ BJPയും അവർ പഠിച്ച പണി 18 നോക്കി ആ തുകകൾ BJPക്ക് കൈമാറിയവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അവരുടെ അവസാനത്തെ ശ്രമവും നടത്തി ആ തുകകൾ കൈമാറിയ തീയതികൾ പുറത്തു വരാതിരിക്കാൻ. I am going to show you just now why the Prime Minister and the government didn't want the names of the companies and the dates to be available to India's public. എന്തുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത സ്ഥാപനങ്ങൾ, കമ്പനികളുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നതിന് അദ്ദേഹം ഭയപ്പെട്ടത്? എന്തിനാണ് അത് കൊടുത്തതിന്റെ തീയതികൾ അത് പുറത്തു വരാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. Let me start with a company called Megha Engineering. In April 2023, they donate 150 crores to the BJP. In May 2023, they get a 14,400 crore project, Thane Borivali Twin Tunnel Project. ഒരു കമ്പനി കൊണ്ട് തുടങ്ങാം, മേഘ എഞ്ചിനീയറിംഗ് കമ്പനി. 2023 ഏപ്രിൽ മാസം ഇവർ 140 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് കൊടുക്കുന്നു. തൊട്ടടുത്ത മാസം മെയ് മാസം 440 കോടി രൂപയുടെ കരാർ, ബോംബെ താനെ ഹൈവേയെ സംബന്ധിച്ച് ഒരു കരാർ ഈ കമ്പനിക്ക് തൊട്ടടുത്ത മാസം കിട്ടുകയാണ്. 1 month after donating money to the BJP, they get one of the biggest infrastructure projects in the country. BJPക്ക് പണം കൊടുത്ത ഒരു മാസം തികയുന്നതിന് മുമ്പ് രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്ന് ഈ കമ്പനി അടിച്ചെടുക്കുകയാണ്. In September 2023, they win a $648 million project for a refinery in Mongolia. बड़ी से बड़ी खबर, क्राइम से लेकर राजनीति तक किस नेता ने 5 साल में क्या काम कराया। मिलेगी सबसे पहले हर खबर चेंजिंग फ्यूचर न्यूज पर, जो बदलेगा आपका